ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എല്ലാ കൂട്ടുകാരും സേഫായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു. ഇന്നൊരു ഹെൽത്തി ആയിട്ടുള്ള ഹൽവയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. ഈ ഹൽവയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് ഞാനിന്ന് ഹൽവ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ ടേസ്റ്റിയും അതേപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഹൽവയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേയായിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിലോ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ്സാവാണ്ട് കിട്ടിക്കോളും. എങ്കിൽ നമുക്കിനി എങ്ങനെയാണ് ഈ ഹെൽത്തി ആയിട്ടുള്ള കഞ്ഞിവെള്ളം ഹൽവ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് ഈ കഞ്ഞിവെള്ളം ഹൽവ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ഞാൻ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം മെയിനായിട്ട് വേണ്ടത് കഞ്ഞിവെള്ളം തന്നെയാണ്. ഞാനിപ്പോൾ ഇത് ഒരു ഓവർനൈറ്റ് മുഴുവൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന കഞ്ഞിവെള്ളമാണ്. നമ്മൾ കഞ്ഞിവെള്ളം എടുത്തിട്ടത് കുറേ സമയം പുറത്ത് വെച്ചിരുന്നാൽ അങ്ങ് പുളിച്ചു പോവും. പിന്നെ ഹൽവ ഉണ്ടാക്കാൻ അത് കൊള്ളാണ്ടാവും. അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ നല്ല കൊഴുത്ത രീതിയിലുള്ള ഹൽവ നമുക്ക് കിട്ടും. പിന്നെ എടുത്തിട്ടുള്ളത് ശർക്കരയാണ്. ഞാൻ ശർക്കര ഉരുക്കി പാനിയാക്കിയിട്ട് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മുടെ ഹൽവയൊന്ന് ബൈൻഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി എടുത്തിരിക്കുന്നത്. മൈദയോ ഗോതമ്പ് പൊടിയോ വേണമെങ്കിലും ചേർക്കാം. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കപ്പലണ്ടി കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് മെയിനായിട്ട് നമ്മുടെ ഹൽവയ്ക്ക് വേണ്ടി വേണ്ടത്. പിന്നെ അഡീഷണലായിട്ട് നെയ്യൊക്കെ വേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ കഞ്ഞിവെള്ളം നല്ല കൊഴുത്ത ഒരു കൺസിസ്റ്റൻസിയിലാണല്ലോ ഇരിക്കുന്നത്. നമുക്കിത് നന്നായിട്ട് സ്മൂത്ത് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടങ്ങ് ഉടച്ചെടുക്കാം. നന്നായിട്ട് കഞ്ഞിവെള്ളം ഞാനിപ്പോൾ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. കട്ടകളൊക്കെ ഉടഞ്ഞു പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കഞ്ഞിവെള്ളത്തിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അരിപ്പൊടിയും കട്ടകളൊന്നും ഇല്ലാണ്ട് ആ കഞ്ഞിവെള്ളത്തിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ. അരിപ്പൊടിക്ക് പകരം മൈദയോ ഗോതമ്പ് പൊടിയോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അരിപ്പൊടി എടുത്തുന്നേ ഉള്ളൂ. ഇപ്പോൾ ദേ അരിപ്പൊടിയും കഞ്ഞിവെള്ളം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ദേ നല്ല സ്മൂത്തായിട്ടുണ്ട്. തരികളൊന്നും ഒട്ടും തന്നെ ഇല്ല. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കര പാനി കൂടി ഒഴിച്ചു കൊടുക്കാം. എനിക്കിപ്പോൾ നല്ല ഡാർക്ക് കളറിലുള്ള ശർക്കര കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. ഒരു ലൈറ്റ് കളറിലുള്ള ഉണ്ടല്ലോ, അതാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഹൽവയ്ക്ക് അത്രയ്ക്ക് ബ്രൗൺ കളർ കിട്ടില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നത് അഡീഷണലായിട്ട് കുറച്ച് ഏതെങ്കിലും കളർ ചേർക്കാമെന്നാണ്. ഇതുകൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അരിപ്പൊടിയും കഞ്ഞിവെള്ളം കൂടി ഓൾറെഡി മിക്സ്ഡ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തരികളൊന്നും ഇല്ലാണ്ട് മിക്സായി കിട്ടിക്കോളും. അപ്പോൾ അതേ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ്ഡ് ആവാം. ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടീസ്പൂൺ ഏലക്കയും ജീരകവും കൂടി പൊടിച്ചതാണ്. ഇതുകൂടി ചേർക്കുമ്പോൾ നമ്മുടെ ഹൽവയ്ക്ക് നല്ലൊരു ടേസ്റ്റും മണമൊക്കെ കിട്ടും. അപ്പോൾ ഇതേ ഹൽവയ്ക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹൽവ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം ഞാനിവിടെ ഒരു പാത്രം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ബട്ടറോ നെയ്യോ എന്താണെന്ന് വെച്ചാൽ യൂസ് ചെയ്താൽ മതി കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച കഞ്ഞിവെള്ളം അരിപ്പൊടിയും കൂടെ ഉള്ള ആ മിക്സ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ ഹൽവ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക എന്നുള്ളതാണ്. കാരണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടിയിൽ പിടിച്ചു പോകും. മാത്രമല്ല കട്ട കെട്ടി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇളക്കി കൊടുക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ തന്നെ ദേ കുറുകി തുടങ്ങിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു 1/4 ടീസ്പൂൺ റെഡ് കളറാണ്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ, എൻ്റെ ശർക്കരയ്ക്ക് അത്രയ്ക്ക് ഡാർക്ക്നെസ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഹൽവ ഉണ്ടാക്കി കഴിയുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല, ലൈറ്റ് കളറായിട്ട് അങ്ങ് ഇരിക്കും. അതുകൊണ്ട് റെഡ് കളർ ചേർത്തുന്നേ ഉള്ളൂ. നന്നായിട്ട് ഇതേ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല റെഡ് കളർ തന്നെ നമ്മുടെ ഹൽവയ്ക്ക് കിട്ടിക്കോളും. ഇതേ കണ്ടില്ലേ, നല്ല റെഡ് കളറാണ്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടി ബട്ടർ ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഇടവിട്ട് ഇങ്ങനെ ബട്ടർ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒട്ടും ഒട്ടിപ്പിടിക്കേണ്ട ഹൽവ നമുക്ക് ലാസ്റ്റ് പാത്രത്തിൽ നിന്ന് ഇളക്കി കിട്ടിക്കോളും. ഇപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ട കെട്ടിപ്പോവും. മാത്രമല്ല നന്നായിട്ട് വെന്ത് കിട്ടുകയില്ല. അപ്പോൾ നല്ലൊരു ഷേപ്പിൽ നമുക്ക് ഹൽവ കിട്ടില്ല. സോ ഹൽവ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാൻ ഒന്ന് ശ്രദ്ധിച്ചോണേ. ഇപ്പോൾ ഇതേ കണ്ടില്ലേ, അതിൻ്റെ ഒരു ലൂസ് കൺസിസ്റ്റൻസി ഒക്കെ മാറിയിട്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല കുറുകി തുടങ്ങിയിട്ടുണ്ട്.
ഇനി നമുക്കൊരു പാത്രത്തിലിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അത് ചൂടാകുമ്പോൾ ഒരല്പം നാളികേരക്കൊത്തും കപ്പലണ്ടിയും കൂടി റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കപ്പലണ്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കപ്പലണ്ടിയും നാളികേരക്കൊത്തും മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇതും കൂടി ഹൽവയുടെ മിക്സിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തിക്കായിട്ട് വരുന്നുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി കേട്ടോ. ഇത് കണ്ടില്ലേ, നന്നായിട്ട് കുറുകി തുടങ്ങിയിട്ടുണ്ട്. ആ പാത്രത്തിൽ നിന്ന് ഈ മാവിങ്ങനെ നീങ്ങി വിട്ട് വരണം നമ്മൾ എടുക്കുമ്പോൾ. ആ ഒരു സ്റ്റേജ് വരെ എത്തണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതേ പാത്രത്തിൽ നിന്ന് മാവ് വിട്ട് വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു കണ്ടെയ്നറിലാണ് കേട്ടോ ഹൽവ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം ഞാൻ കുറച്ച് ഉരുക്കിയ ബട്ടർ ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് ഗ്രീസ് ചെയ്തെടുക്കുകയാണ്. കാരണം നമ്മൾ ലാസ്റ്റിൽ ഹൽവ ഇതിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ വിട്ടു പോകുന്നോളും, ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കില്ല. ഇനി നമുക്കിതിലോട്ട് ഹൽവ പതിയെ സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇനി നമുക്കൊരു സ്പൂണിൻ്റെ താഴ്ഭാഗത്തായിട്ട് കുറച്ച് ബട്ടർ കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് പ്രസ് ചെയ്തെടുക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് സ്പൂണിൻ്റെ താഴ്ഭാഗത്തായിട്ട് പുരട്ടി കൊടുത്തത് ബട്ടർ. ഇനി നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് ഇത് പ്രസ് ചെയ്തെടുക്കണം. താഴോട്ട് നന്നായിട്ട് അമർത്തി തന്നെ ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കിട്ടില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ അങ്ങോട്ട് പ്രസ് ചെയ്ത് നല്ല ഫോഴ്സിൽ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല ചൂടോട് കൂടി തന്നെ നമ്മുടെ ഹൽവയുടെ മിക്സ് നമ്മൾ ഈ പാത്രത്തിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചോണേ. ചൂടാറിപ്പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ആ മിക്സ് ഉണ്ടാക്കി എടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കണ്ടെയ്നറിലേക്ക്, ഏത് പാത്രത്തിലാണോ നമ്മൾ ഹൽവ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് അങ്ങ് സെറ്റ് ചെയ്തേക്കുക. ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 2-3 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോഴേക്കും ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിക്കോളും. ഹൽവ പാത്രത്തിലോട്ട് നന്നായിട്ടങ്ങ് സെറ്റ് ആയിക്കോളും. അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 3 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ നമ്മൾ പാത്രത്തിൽ ഹൽവ സെറ്റാകാൻ വെച്ചിട്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഹൽവയുടെ ചൂടൊക്കെ ഒന്ന് ആറിയിട്ട് ഇത് പാത്രത്തിലോട്ട് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ആ ബട്ടറൊക്കെ സൈഡ്സിൽ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഹൽവ നന്നായിട്ട് തണുത്തു. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റണം. ഇതേ കണ്ടില്ലേ, സൈഡ്സൊക്കെ ഇപ്പോൾ തന്നെ നന്നായിട്ട് വിട്ട് വരുന്നുണ്ട്. നമ്മൾ ബട്ടർ പുരട്ടിയിട്ടായിരുന്നല്ലോ മിക്സ് അങ്ങോട്ട് സെറ്റ് ചെയ്തത്, അതുകൊണ്ടാണ് ഇത് ഈസി ആയിട്ട് തന്നെ പാത്രത്തിൽ നിന്ന് വിട്ട് പോന്നിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, നമ്മൾ സാധാരണ ഹൽവ ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും. ഞാൻ ഇടയ്ക്കൊക്കെ ഇത് ഉണ്ടാക്കാറുള്ളതാണ്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തുകൂടി നോക്കാം അല്ലേ. പെട്ടെന്ന് തന്നെ നൈഫ് ഇറങ്ങി പോകുന്നുണ്ട്. ദാറ്റ് മീൻസ് നല്ല സോഫ്റ്റാണ് ഹൽവ. അങ്ങനെ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള കഞ്ഞിവെള്ളം കൊണ്ടുള്ള ഹൽവ റെഡിയാണ്. ഇത് നല്ല സോഫ്റ്റാണ്. അതേപോലെ തന്നെ റെഡ് കളർ വന്നുകൊണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട്. ഇനിയപ്പോൾ കഞ്ഞിവെള്ളം വെറുതെ കളയാണ്ട് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്യാനും മറക്കരുതേ. എല്ലാവരും സേഫായിട്ടിരിക്കുക. നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്